തൃശ്ശൂർ പൂരം അവിടെ കൊളമാക്കിയതിന്റെ പിന്നിൽ BJP ആണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് കളമൊരുക്കിയതാണ്. പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയെന്നത് മറ്റൊരു കാര്യം. എന്തിനാണ് ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു പരിപാടിയെ കൃത്യമായിട്ട് നടത്തേണ്ട പോലീസുകാർ തന്നെ ആ വരുന്ന ജനങ്ങളെ ക്രിമിനലുകളെ പോലെ അടിച്ചോടിക്കുന്ന രീതി? ബാക്കി ഒരു നേതാക്കന്മാരും അറിയാതെ സുരേഷ് ഗോപി മാത്രം ഇതങ്ങനെ രഹസ്യമായിട്ട് അറിഞ്ഞു. ബാക്കി ആരുമില്ലാത്ത സമയത്ത് സുരേഷ് ഗോപി ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നു, ഇതാ ഞങ്ങളുടെ നായകൻ അവതരിച്ചിരിക്കുന്നു എന്ന് കരുതി സുരേഷ് ഗോപിയെ വാഴ്ത്തി പറഞ്ഞ ഒരുപാട് പേരുണ്ട്. സിനിമാ നടനോ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹിയായിട്ടുള്ള സുരേഷ് ഗോപി അല്ല. മറ്റേതെങ്കിലും പാർട്ടി ആയിരുന്നെങ്കിൽ ഇത്രത്തോളം വാർത്താ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെ സുരേഷ് ഗോപി മാറില്ലായിരുന്നു. ഭരത്ചന്ദ്രൻ IPS സുരേഷ് ഗോപി എങ്ങനെയായിരുന്നു ആ ഒരു മോഡുലേഷനിൽ തന്നെയാണ് സുരേഷ് ഗോപി പിന്നീടാണെങ്കിലും പോകുന്നത്. പുലിപ്പല്ലാണെങ്കിൽ പോലും അത് ഒളിപ്പിക്കാനുള്ള സമയം അല്ലെങ്കിൽ അത് മാറ്റാനുള്ള സമയം ഇതെല്ലാം സർക്കാർ കൊടുത്ത് തമ്മിൽ വിമർശനങ്ങൾ നടത്തി കഴിഞ്ഞാലും അടിവഴിക്ക് ഇവരെല്ലാം ഒന്നായിരിക്കും. വേടൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രാമുഖ്യമില്ലാത്ത ഒരാളാണ്. പിന്നീട് അദ്ദേഹത്തെ LDF ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുരേഷ് ഗോപിയെ മറ്റ് പാർട്ടി പ്രവർത്തകർ ടാർഗറ്റ് ചെയ്യുന്നു. ഒരു വശത്തുകൂടി സുരേഷ് ഗോപിയുടെ കഴുത്തിലുള്ള മാല പുലിപ്പല്ലാണെന്ന് ലഭിച്ച പരാതിയിൽ വനം വകുപ്പ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു. പൂരം കലക്കലിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന പ്രസ്താവനയോടനുബന്ധിച്ച് മറ്റൊരു വശത്തുകൂടി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കാം എല്ലാവരും സുരേഷ് ഗോപിയെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി ഇതിനകത്തെല്ലാം വിക്ടിമായിട്ടുണ്ട്. പൊളിറ്റിക്കൽ വേയിൽ നമ്മൾ ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇതൊരു സ്ട്രാറ്റജി ആകാം, അത് BJPയുടെ സ്ട്രാറ്റജി ആകാം. സുരേഷ് ഗോപിയെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനും അവസാനം ആരോപിതനാക്കിയതിന് ശേഷം ഇതിനകത്തെല്ലാം കുറ്റവിമുക്തനാക്കി സുരേഷ് ഗോപി ഒരു പുണ്യാളനാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ചിലപ്പോൾ നടന്നേക്കാം. കാരണം മറ്റാരുമല്ല, CPM-ൽ നിന്നുള്ള ആളുകൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പോലീസ് സേനയിൽ സംഘപരിവാർ സംഘടനയുമായിട്ട് അഭിമുഖമുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടറിഞ്ഞ വിഷയങ്ങളാണ്. അപ്പം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. തൃശ്ശൂർ പാർലമെന്റ് സീറ്റിൽ മത്സരിക്കാൻ പോകുന്ന സമയത്താണ് തൃശ്ശൂർ പൂരം നടക്കുന്നത്. തൃശ്ശൂർ പൂരം അവിടെ കൊളമാക്കിയതിന്റെ പിന്നിൽ BJP ആണ്, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് കളമൊരുക്കിയതാണ് തൃശ്ശൂർ പൂരം എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ. വിമർശനത്തിന് കഴമ്പുണ്ടെന്നുള്ള രീതിയിൽ അത് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും രണ്ടുപേരും ഉന്നയിച്ചൊരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകനെ വരെ അവിടുന്ന് സ്ഥലം മാറ്റുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി എന്നത് മറ്റൊരു കാര്യമാണ്. തൃശ്ശൂർ പൂരം ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത രീതിയിൽ അലങ്കോലപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ തൃശ്ശൂർ പൂരം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് പോലീസിന്റെ കൈയുണ്ട്. അതിൽ സിറ്റി പോലീസ് കമ്മീഷണറെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തിനാണ് ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു പരിപാടിയെ കൃത്യമായിട്ട് നടത്തേണ്ട പോലീസുകാർ തന്നെ ആ വരുന്ന ജനങ്ങളെ ക്രിമിനലുകളെ പോലെ അടിച്ചോടിക്കുന്ന രീതി? അത് ശരിയായിട്ടുള്ള സമീപനമായിരുന്നു? ഒരിക്കലുമല്ല. അവിടെ ജനങ്ങളെ അടിച്ചോടിക്കുന്ന രീതിയാണ് കണ്ടത്. കൃത്യമായിട്ടുള്ള സുരക്ഷാ വീഴ്ചകൾ അതിൽ നടന്നിട്ടുണ്ട്. അവിടെയും ചേട്ടൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയെ ഹൈലൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി ആയിരുന്നിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ട്. അതെ, പിന്നെ എങ്ങനെയാണ് സുരേഷ് ഗോപി പെട്ടെന്ന് മറ്റാരും അറിയാത്ത, നമുക്കറിയാം CPM ആണ് കേരളം ഭരിക്കുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത്. ആ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസാണോ കൈകാര്യം ചെയ്യുന്നത്? ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ? അത്രയും സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ബാക്കി ഒരു നേതാക്കന്മാരും അറിയാതെ സുരേഷ് ഗോപി മാത്രം ഇതങ്ങനെ രഹസ്യമായിട്ട് അറിഞ്ഞു. എന്നിട്ട് ഇവിടേക്ക് വരുന്നതാണ് ഏറ്റവും വലിയൊരു നാടകീയത. സുരേഷ് ഗോപി വന്നിറങ്ങുന്നത് സേവാഭാരതിയുടെ ആംബുലൻസിലാണ്. ആംബുലൻസിൽ വന്നിറങ്ങിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ ആംബുലൻസ് ഞാൻ അല്ലാതെ പ്രവർത്തകർ വിളിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഒരുപാട് ഡയലോഗുകൾ മാറ്റി പറയുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ആംബുലൻസിൽ വന്നിറങ്ങി, പക്ഷെ പ്രവർത്തകർ വിളിച്ച പറഞ്ഞത് കൊണ്ട് എത്രയും പെട്ടെന്ന് എത്തേണ്ടിരുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത്, ചികിത്സയിലായിരുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഒന്നാലോചിച്ചു, അതൊരു നാടകീയതല്ലേ? ഒരു വിഷയം കൃത്യമായിട്ട് അവിടെ നടക്കുന്നു, അല്ലെങ്കിൽ പോലീസുകാരെ തന്നെ അവിടുത്തെ ആളുകളെ അടിച്ചോടിക്കുന്നു, അല്ലെങ്കിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു. ആ സംഘർഷങ്ങൾ അറിഞ്ഞ് അവിടെ ഒരു നായകനെ പോലെ സേവാഭാരതിയുടെ ആംബുലൻസിൽ പറന്നിറങ്ങി വരുന്ന സുരേഷ് ഗോപി, എന്നിട്ട് അദ്ദേഹം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നു, മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വലിയ ബൈറ്റുകൾ കൊടുക്കുന്നു. ആ വിഷയത്തെ വലിയ രീതിയിൽ, അത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് തൃശ്ശൂർ പൂരം. അവര് ജീവനും ജീവിതവും കളഞ്ഞ് അവിടെ പോയി പരിപാടി കാണുന്ന ആളുകളാണ്. അങ്ങനെ വരുന്ന ആളുകളെ അടിച്ചോടിച്ച് പോലീസ് ആ വിഷയത്തെ വലിയ രീതിയിൽ വലിയ സംഘർഷമാക്കി മാറ്റി ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കി, ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കി. ആ സമയത്ത് സുരേഷ് ഗോപി അങ്ങനെ ഇടപെടൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന സാധാരണക്കാരന്റെ ഉള്ളിൽ
ഒരു സിമ്പതി സുരേഷ് ഗോപിയോട് ഉണ്ടാകും. ബാക്കി ആരുമില്ലാത്ത സമയത്ത് സുരേഷ് ഗോപി ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നു, ഇതാ ഞങ്ങളുടെ നായകൻ അവതരിച്ചിരിക്കുന്നു എന്ന് കരുതി സുരേഷ് ഗോപിയെ വാഴ്ത്തി പാടുന്ന ഒരുപാട് പേരുണ്ട്. അത് ഏറ്റവും വലിയ വിവാദമായിരുന്നു. BJPയെ സംബന്ധിച്ച് ശബരിമലയെ കഴിഞ്ഞ് ഏറ്റവും വലിയ സുവർണാവസരമാണ്. ശബരിമലയിൽ അവർക്ക് ആ സുവർണാവസരം കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. പക്ഷേ തൃശ്ശൂർ പൂരത്തിൽ ആ ഒരു സുവർണാവസരം കൃത്യമായിട്ട് അവർ മുതലാക്കിയതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സുരേഷ് ഗോപി എന്ത് ചെയ്താലും അതിനെ വിവാദമാക്കുന്ന ഒരു രീതിയാണ് പല മാധ്യമങ്ങളും അല്ലെങ്കിൽ പല പാർട്ടിയും BJP ഒഴികെയുള്ള മറ്റു പാർട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. BJP സുരേഷ് ഗോപി ഒന്ന് തുമ്മിയാൽ വിഷയമാണ്, ഒരാളോട് സംസാരിക്കുമ്പോൾ ചൂടായാൽ പ്രശ്നമാണ്, കുറച്ച് നടത്ത് ഇടപഴകിയാൽ പ്രശ്നമാണ്. ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്താലും വിഷയമാണെന്നുള്ള രീതിയിൽ അദ്ദേഹം എവിടെയും തൊടാതെ നിൽക്കുമ്പോഴാണ് വീണ്ടും പഴയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതും. ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇപ്പം നമുക്കാണെങ്കിൽ പോലും പൊളിറ്റിക്കലി നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ പല കാര്യങ്ങളും സുരേഷ് ഗോപിയുടെ ചില കാര്യങ്ങളോട് നമുക്ക് ആർക്കും ഇഷ്ടം തോന്നത്തില്ല. പക്ഷേ സുരേഷ് ഗോപി എന്നൊരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് ചെറുപ്പകാലം തൊട്ട് നമ്മൾ കണ്ടിരുന്ന സുരേഷ് ഗോപി ഉണ്ട്. അപ്പൊ ആ സുരേഷ് ഗോപിയുള്ള ഒരു ആരാധനയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇങ്ങനെയുള്ള പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഒരു ഷോർട്ട് ടെമ്പേർഡ് ആണ്, പെട്ടെന്ന് ചൂടാവുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവരോട് പ്രതികരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ദേഷ്യം അദ്ദേഹത്തോട് തോന്നാമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളും നമുക്ക് ഇന്നത്തെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് കഴിഞ്ഞ കാലം ഉണ്ടായിരുന്ന സിനിമാ നടനോ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹിയോ ആയിട്ടുള്ള സുരേഷ് ഗോപി അല്ല. മനുഷ്യ സ്നേഹിയായ ഒരു സുരേഷ് ഗോപി അല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കുറച്ച് നാൾ മുൻപ് അങ്ങനെ മനുഷ്യ സ്നേഹി അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അന്ന് നമ്മൾ കണ്ടിരുന്ന മനുഷ്യ സ്നേഹി ആയിട്ടുള്ള സുരേഷ് ഗോപി ഉണ്ട്, അല്ലെങ്കിൽ സിനിമാ നടനായിട്ടുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സുരേഷ് ഗോപി ഉണ്ട്. പക്ഷെ ഇന്ന് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ആ ലെവലിലല്ല സുരേഷ് ഗോപിയെ കാണുന്നത്. സുരേഷ് ഗോപി ഒരു പാർട്ടിയുടെ MP ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ കേരളത്തിലെ BJPയുടെ ഒരു മുഖമായിട്ടാണ് കാണുന്നത്. ഒരു സംഘടനയുടെ മുഖമായതുകൊണ്ടാണ് ചിലപ്പോൾ ഇത്രത്തോളം ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. മറ്റേതെങ്കിലും പാർട്ടി ആയിരുന്നെങ്കിൽ ഇത്രത്തോളം വാർത്താ പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെ സുരേഷ് ഗോപി മാറില്ലായിരുന്നു. അതായിരിക്കാം. അത് മാത്രമല്ല സുരേഷ് ഗോപി പല കാര്യങ്ങളും ഇട്ടുകൊടുക്കാറുണ്ട്. ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഈ ഷോർട്ട് ടെമ്പേർഡ് കൊണ്ടോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഈ സംസാരം കൊണ്ടോ ചില കാര്യങ്ങളൊന്നും നമുക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇപ്പം ബ്രാഹ്മണനായിട്ട് ജനിക്കുക അല്ലെങ്കിൽ അങ്ങനെ കുറേ പ്രസ്താവന ഉണ്ട് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട്. ഇപ്പം അദ്ദേഹം MP ആയതുകൊണ്ടായിരിക്കാം ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ ആ രീതിയിൽ വന്നിട്ട് പോലീസുകാർക്ക് സല്യൂട്ടൊക്കെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ കൊടി പിടിച്ചു പോകുന്ന സുരേഷ് ഗോപി. ഇതൊക്കെ ട്രോൾ കഥാപാത്രമായിട്ട് സുരേഷ് ഗോപി ഒരുപാട് പേര് ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതെടുത്ത് നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഭരത്ചന്ദ്രൻ IPSലെ സുരേഷ് ഗോപി എങ്ങനെയായിരുന്നോ ആ ഒരു മോഡുലേഷനിൽ തന്നെയാണ് സുരേഷ് ഗോപി പിന്നീടാണെങ്കിലും പോകുന്നത്. അദ്ദേഹം കുറച്ച് വികാരധീരനാണ്. അതായത് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വികാരം കലർത്തി പറയുന്ന ഒരാളാണ്. എല്ലാ പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും സുരേഷ് ഗോപി പലപ്പോഴും ആ പ്രശ്നങ്ങളിൽ വന്ന് എന്തെങ്കിലും ബൈറ്റ് പറയുക അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുക, അങ്ങനെ സമീപനങ്ങൾ പലപ്പോഴും സ്വീകരിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന വാക്കുകൾ അത് പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ അതിലൊരുപാട് വിരോധങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. കാരണം അദ്ദേഹം ഇന്ന് തൃശ്ശൂരുകാരുടെ ഒരു MP ആണ്. അതുകൂടാതെ ഇന്ത്യയിലെ ഒരു കേന്ദ്രമന്ത്രിയാണ്. ഇന്ത്യയിലെ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ഒരു MP-യോ അല്ലെങ്കിൽ BJPയുടെ ഒരു നേതാവോ എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അഭിസംബോധന ചെയ്യാൻ ശേഷിയുള്ള ഒരു നേതാവാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീഡറാണ് സുരേഷ് ഗോപി. അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാര ശൈലിയിൽ നിന്നോ അദ്ദേഹത്തിന്റെ പെരുമാറ്റ ശൈലിയിൽ നിന്നോ എന്തെങ്കിലും രീതിയിലുള്ള അപമതിപ്പ് മറ്റുള്ള ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ വിമർശനമാവും. അതിന് തെറ്റു പറയാൻ കഴിയില്ല. ഇതിപ്പോ വന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് പൂരം കലക്കലിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യലായിരുന്നു ആദ്യം നമ്മൾ കണ്ടത്. പിന്നീട് അതിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകളില്ല അല്ലെങ്കിൽ തെറ്റൊന്നും പഴുതൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് വന്നപ്പോഴാണ് പിന്നെ അടുത്തൊരു വാർത്ത വരുന്നത്. വേടനെ അറസ്റ്റ് ചെയ്ത സമയത്ത് പുലിപ്പല്ല് അദ്ദേഹത്തിന്റെ കഴുത്തിൽ. അല്ല, ഇതെല്ലാം നേരത്തെ നിലനിൽക്കുന്ന കേസുകളാണ്. പക്ഷെ ഇപ്പോഴത് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുമല്ലോ. അല്ല, ഇത് നേരത്തെ കൊടുത്തിരുന്ന കേസുകളാണ്. എത്ര നാളായി ഒന്ന് ആലോചിച്ച് നോക്കൂ. തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 2024 ഇലക്ഷൻ സമയത്താണ് ഈ തൃശ്ശൂർ പൂരം നടക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ നടക്കുന്നതും. അത് കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പൊ പുലിപ്പല്ലിന്റെ വിഷയമാണെങ്കിൽ വേടനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സമയം തൊട്ട് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ വരുന്നതാണ്. അതിനുശേഷം ഇപ്പോഴല്ലേ അദ്ദേഹത്തിന് നോട്ടീസ് നൽകാൻ പോകുന്നത്. എത്ര സമയമാണ് അദ്ദേഹത്തിന് കൊടുത്തത്? അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെയുള്ള ഇപ്പൊ അത് പുലിപ്പല്ലാണെങ്കിൽ പോലും അത് കണ്ടെത്താനുള്ള സമയം, അല്ലെങ്കിൽ അത് ഒളിപ്പിക്കാനുള്ള സമയം, അല്ലെങ്കിൽ അത് മാറ്റാനുള്ള സമയം ഇതെല്ലാം സർക്കാർ കൊടുത്തില്ലേ, അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ കൊടുത്തില്ലേ? അപ്പൊ ഇതിനകത്തെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പൊ രാഷ്ട്രീയപരമായിട്ട് ഇത് ചിലപ്പോൾ തേച്ച് മാച്ച് കളയാനുള്ളൊരു സ്ട്രാറ്റജി ആകാം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കളിയായിട്ട്. അതെ, നമുക്ക് ഈ രാഷ്ട്രീയക്കാരിലെ പല പ്രശ്നങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ വാഗ്വാദങ്ങൾ നടത്തുന്നതും തമ്മിൽ വിമർശനങ്ങൾ നടത്തി കഴിഞ്ഞാലും അടിവഴിക്ക് ഇവരെല്ലാം ഒന്നായിരിക്കും.
പല കാര്യങ്ങളും. കാരണം പല കേസുകളുമായി ബന്ധപ്പെട്ട് സെറ്റിൽമെന്റുകൾ കുറെ കാണുമല്ലോ. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ആണെങ്കിലും വീണ വിജയൻ ആണെങ്കിലും അതുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കേസുകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. കുഴൽപ്പണ കേസ് കേരളത്തില് സുരേന്ദ്രൻ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കേസുകൾ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കേസുകളുണ്ട്. ഇത് NIA പക്കലോ അല്ലെങ്കിൽ CBI പക്കലോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളുടെ പക്കൽ ഈ കേസുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തെല്ലാം ഒരു സെറ്റിൽമെന്റ് വേണ്ടേ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെറ്റിൽമെന്റിലാണ് ഇവരെല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസുകളെല്ലാം എഴുതി തള്ളിപ്പോകാനോ അല്ലെങ്കിൽ ഇത് ആരും അറിയാതെ പോകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. പക്ഷേ വേടന്റെ കേസ് അങ്ങനെയല്ല. വേടൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രാമുഖ്യമില്ലാത്ത ഒരാളാണ്. ഞാൻ നോക്കിയതനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പഠിച്ചതനുസരിച്ച്. പിന്നീട് അദ്ദേഹത്തെ LDF ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഒരു വാർത്ത മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിനെ വേട്ടയാടാനുള്ള ഒരുപാട് ഇപ്പോഴും വേടനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയല്ലേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് വേട്ടയാടാത്തത്? പുലിപ്പല്ലി ഉണ്ടായിട്ട് വേടനെ മാത്രം അന്ന് ടാർഗറ്റ് ചെയ്ത് വലിയ രീതിയിൽ വിവാദങ്ങളായി ഇപ്പോഴും വേടന്റെ വിഷയം കത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സമയത്ത് പോലും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പലരും വേടനെ പറ്റിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാത്തത്? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേസുകൾ പൊക്കോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നിയമം ഒരേപോലെ വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു സമൂഹം നേർവഴിക്ക് പോകാൻ കഴിയുള്ളൂ.